പച്ചമാങ്ങ, മാങ്ങ ചെത്തി നീളത്തിലരിഞ്ഞു, അതിനോടൊപ്പം തന്നെ സവാളയും നീളത്തിലരിഞ്ഞു. ഒരു ഐഡിയ കിട്ടുന്നുണ്ട് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. പച്ചമുളകും നീളത്തിൽ അരിഞ്ഞു. ഇനി നമുക്കതിനകത്തൊരു ശകലം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം, ശകലം ഉപ്പിട്ട് കൊടുക്കാം, കരിവേപ്പിലയും ഇട്ട് നന്നായിട്ട് നമുക്ക് ഞെരടാം. നന്നായിട്ട് ഞെരടണം. ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാമേ. ഇഞ്ചിയും നീളത്തിലരിഞ്ഞത് ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്ത് കുറച്ച് നേരം പൊത്തി വയ്ക്കാം. കട്ട് ചെയ്ത് വെച്ച മാങ്ങായും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് നമുക്കിതിനെ തേങ്ങാപ്പാലിൻ്റെ 1-ാം പാലല്ല 2-ാം പാലിനകത്ത് വേവിച്ചെടുക്കാം. അങ്കമാലിക്കാരുണ്ടെങ്കിൽ ഓടി വായോ, ഇത് അങ്കമാലി മാങ്ങാക്കറിയാണ് ഞാൻ ഈ ഉണ്ടാക്കാൻ പോകുന്നത്. 2-ാം പാലൊഴിച്ച് നമ്മളിതിനെ വേവിക്കാൻ പോവുകയാണ്. നമ്മുടെ മാങ്ങാക്കറി നല്ല തിളച്ച് വേവാറായിക്കൊണ്ടിരിക്കുന്നു. വെന്തു. നമുക്കിനിയിപ്പോൾ ഇതിനകത്തോട്ട് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാവേ. കടുക് പൊട്ടിക്കാമേ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുകിട്ട് കൊടുക്കാം. വത്തൽമുളക് ഫ്രീസറിൽ വെച്ചിരുന്നാണ്, കരിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി റെഡി.